ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ കഷ്ടപ്പെടുത്തി ഈ ഒരു അവസ്ഥയെ കൊണ്ടിട്ട ഇഗോർ സ്റ്റിമാച്ച് എന്ന ക്രൊയേഷ്യൻ പുണ്യവാനായ പരിശീലകൻ പുറത്തായ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. അണ്ണനെ വെറുതെ അങ്ങോട്ട് പറഞ്ഞു വിടുമല്ല. 3 കോടി രൂപ നഷ്ടപരിഹാരമൊക്കെ ആളിന് കിട്ടുന്നുണ്ട് കോൺട്രാക്ട് ടെർമിനേഷൻ്റെ ഭാഗമായിട്ട്. വേറെ പണി കിട്ടാത്തതുകൊണ്ടായിരിക്കും പുള്ളി പൈസയ്ക്ക് വേണ്ടിയൊക്കെ വാശി പിടിച്ച് നിന്നത്. 3 കോടി രൂപ പുള്ളിക്ക് നഷ്ടപരിഹാരം കൊടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ യുനാനിമസ് ആയിട്ടുള്ള ഡിസിഷനാണ്. എല്ലാവരും ഈ ഒരു ഡിസിഷന് വേണ്ടി ഒരുപോലെ നിന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എത്രയും വേഗം തന്നെ ഇന്ത്യക്ക് പുതിയൊരു പരിശീലകനെ കൊണ്ടുവരും. ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ ഇനി മുന്നിലേക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകാനുള്ള കപ്പാസിറ്റി ഇഗോർ സ്റ്റിമാച്ചിനില്ല. അതുകൊണ്ട് പുതിയൊരു പരിശീലകനെ വേണം എന്ന തരത്തിലുള്ള ഒരു തീരുമാനവും കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ അടുത്ത പരിശീലകൻ ആരായിരിക്കും എന്നതിനെ ചൊല്ലി ഒരുപാട് റൂമറുകൾ എയറിലുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറ്റുവാണെങ്കിൽ ചെയ്യാം. പറഞ്ഞു വന്നാണെന്ന് വെച്ചാൽ 100-ന് താഴെ എത്തിയിരുന്ന ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ, അതായത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ റാങ്കിങ് 120-ലേക്ക് എത്തിച്ചിട്ട് പടിയിറങ്ങി പോകുന്ന ഇഗോർ സ്റ്റിമാച്ച് അണ്ണന് നന്ദി, വണക്കം. ഇനി ഇങ്ങോട്ട് വരാതിരിക്കുക ആടുകളെയും തെളിച്ചുകൊണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. 3 കോടി നഷ്ടപരിഹാരം കിട്ടുന്നുണ്ട്, അത് വാങ്ങിച്ചുകൊണ്ട് പോവുക. 3rd റൗണ്ടിലേക്ക് ടീമിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ രാജിവെക്കുമെന്ന് പറഞ്ഞു പോയവനാണ് ഇപ്പോൾ 3 കോടി നഷ്ടപരിഹാരം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ലേശം ഉളുപ്പില്ലേ ചങ്ങായി ഇങ്ങക്ക്?